അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇന്ന് നമ്മൾ ഫിഖ്ഹിലെ രണ്ടാമത്തെ പാഠമായ ഇസ്തിഖ്ബാലുൽ ഖിബ്ല എന്ന ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. ഇസ്തിഖ്ബാലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ കിബിലക്ക് മുന്നിടുക എന്നാണ് അർത്ഥം. നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ എല്ലാ സമയത്തും കിബിലക്ക് മുന്നിടുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെയാണ്, അതിന്റെ ശ്രേഷ്ഠത, എപ്പോഴൊക്കെയാണ് കിബിലക്ക് മുന്നിടേണ്ടത്, എങ്ങനെയാണ് കിബിലക്ക് മുന്നിടേണ്ട രൂപം, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ പറയണത്. ഇനി നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കിബിലക്ക് മുന്നിടുക. അപ്പൊ നമ്മൾ ട്രെയിനിലാണ്, അപ്പൊ നിസ്കാര സമയം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്ക്കൂല. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പാഠത്തിലേക്ക് നോക്കട്ടോ. നോക്കാം. നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ കിബിലക്ക് മുന്നിടൽ എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ കിബിലക്ക് മുന്നിടുന്ന ആളല്ലേ. അതാണ് പറയപ്പെട്ടത് കേട്ടോ. കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാബയാണ്. നമ്മുടെ കിബില ഏതാണ്? കാബയാണ്. അങ്ങോട്ടാണ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് എന്താ വേണ്ടത്? മുന്നിടേണ്ടത്. അങ്ങനെ തന്നെയല്ല നമ്മൾ എല്ലാവരും ചെയ്യാറില്ല. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ കിബിലയിലേക്ക് മുന്നിട്ടല്ല നിസ്കരിക്കാറ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാമി വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റുഹു. എന്താ പറഞ്ഞതെന്നറിയാം നിങ്ങൾക്ക്? നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുക. നിങ്ങൾ എവിടെയാണെങ്കിലും ആ ദിശയിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക. നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ ആവട്ടെ, എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ എന്താവണം? മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ മുഖം തിരിച്ചിട്ട് വേണം നിങ്ങൾ നിസ്കരിക്കാൻ എന്ന് ഖുർആനില് സൂറത്തുൽ ബഖറയില്, ബഖറ സൂറത്ത് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഖുർആന് ഓതിക്കൊണ്ടിരിക്കണ ഭാഗം ബഖറ സൂറത്തല്ലേ. ആ സൂറത്തില് 144-ാമത്തെ ആയത്തിൽ എന്താവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാട്ടോ, നിങ്ങൾ നിസ്കരിക്കുമ്പോഴൊക്കെ എന്തായിക്കോളി, നിങ്ങള് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ മുഖം തിരിച്ചു വേണം നിസ്കരിക്കാന്. ഇനി കിബിലക്ക് മുന്നിടേണ്ട രൂപമാണ് പറയണേ. എങ്ങനെയൊക്കെ കിബിലക്ക് മുന്നിടേണ്ട അറിയാം നമുക്കറിയാലേ. കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കണം എന്നറിയാം. പക്ഷെ നിൽക്കാൻ കഴിയാത്തവന്, ചെരിഞ്ഞ് കിടക്കണവന്, കടന്ന് നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ് കിബിലക്ക് മുന്നിടേണ്ടത് എന്നുള്ളതൊക്കെയാണ് പറയണത് കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഒന്നാമത്തെ പോയിന്റ് നോക്കി നിങ്ങള്. കഅബ കാണുന്നവർ ഉറപ്പായും അല്ലാത്തവർ ധാരണ പ്രകാരവുമാണ് മുന്നിടേണ്ടത്. മക്കത്തൊക്കെ പോയ സമയത്ത് കഅബന്റെ അടുത്തെത്തി നിസ്കരിക്കണതൊക്കെ കഅബ നേരിട്ട് കാണുമല്ലേ. അപ്പൊ നേരെ കഅബക്ക് തിരിഞ്ഞ് നിസ്കരിച്ച. അല്ലാത്തവര് കഅബ ഈ ഭാഗത്താണ് വരിക. അപ്പൊ ഒക്കെ നമ്മുടെ നാട്ടിൽ പള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ആദ്യം വലിയ വലിയ മൂല്യന്മാരെ കൊണ്ടുവരും. എന്തിനാണ് അറിയോ? നമ്മുടെ പള്ളി നിൽക്കണ ഭാഗത്ത്, ഉണ്ടാക്കണ ഭാഗത്ത് കിബില എവിടെയാണ് വരിക നോക്കാൻ. എന്നിട്ട് കിബില ആദ്യം നിർണയിക്കും, ഈ ഭാഗത്തേക്കാണ് കിബില വരിക എന്നുള്ളത്. അങ്ങനെയാണ് പള്ളിയൊക്കെ ഉണ്ടാക്കുക. അങ്ങനെയാണ് പള്ളിക്കത്തെ ഓരോ ഭാഗത്തും പിന്നെന്താവുക, തിരിഞ്ഞു നിസ്കരിക്കാന്നുള്ളത്. നമ്മള് വീടൊക്കെ വെക്കുമ്പോ നോക്കും കിബില ഏത് ഭാഗത്താണ് വരിക എന്നിട്ടോ. അപ്പൊ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക. അതാണ് ധാരണ പ്രകാരമാണ് മുന്നിടേണ്ടത് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ഒക്കെ, നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ച് കൊണ്ട് മുന്നിടണം. അഥവാ നിന്ന് നിസ്കരിക്കാണ് ഒരാൾ, അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാണ്, അതിനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിസ്കരിക്കണ സമയത്ത് ഓന്റെ നെഞ്ഞുണ്ടല്ലോ നമ്മളൊക്കെ, അത് കിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ നിന്നിട്ട് വേണം നിസ്കരിക്കാന്. ഇനി അടുത്ത പോയിന്റ് നോക്കി നിങ്ങൾ. എന്താ പറയണേ? ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ഞും മുഖവും കൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ ഓല് കിബിലക്ക് നിൽക്കുന്ന സമയത്ത് ഓല് നെഞ്ഞും മുഖം കിബിലയിലേക്കായിട്ട് വേണം, ആ രൂപത്തിൽ ചെരിഞ്ഞു കടന്ന് വേണം ഓല് എന്താവാന്, നിസ്കരിക്കാന്. മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഖം, അതുപോലെ ഉള്ളൻ കാല് എന്നിവ കൊണ്ട് മുന്നിടണം. അവ ഒരു നിസ്കരിക്കുന്ന സമയത്ത് ഓല മുഖം കറക്റ്റ് കിബിലയിലേക്കായിട്ട് വരണം. അതുപോലെ ഓലെ കാലിന്റെ അടിഭാഗം ഉണ്ടല്ലോ, ഉള്ളൻ കാല് പറഞ്ഞാല്, അതെന്താണ് കിബിലയിലേക്കായിട്ട് വരുന്ന രൂപത്തിൽ വേണം ഓല് നിസ്കരിക്കാന്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഇത് നോക്കട്ടോ. രോഗം പോലെയുള്ള കാരണത്താൽ കിബിലക്ക് മുന്നിടാൻ സാധിക്കാത്തവർ സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. അപ്പൊ രോഗം പോലെയുള്ള കാരണത്താൽ കിബിലക്ക് മുന്നിടാൻ പ്രയാസാണ്, അതിന് സാധിക്കൂല. അങ്ങനത്തെ പോലെ എന്താവണം, ഓൽക്ക് ഏത് ഭാഗത്തേക്കാണോ തിരിയാൻ വയ്ക്കാച്ച ആ ഭാഗത്തേക്ക് സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞെന്താവണം, നിസ്കരിക്കണം. പിന്നീട് അതെന്താവും വേണം, മടക്കി നിസ്കരിക്കും വേണം. വെള്ളപ്പൊക്കം, തീപിടുത്തം, ഹിംസ്ര ജന്തുക്കൾ അഥവാ ഭയപ്പെടുത്തുന്ന ജന്തുക്കൾ ഉണ്ടാവൂലേ, തുടങ്ങിയവയിൽ നിന്ന് ഭയന്നോടുമ്പോൾ കിബിലക്ക് മുന്നിട്ടോ അല്ലാതെയോ നിസ്കരിക്കാം. അപ്പൊ ഈ രൂപത്തിൽ ഭയന്നോടാണ്, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, അപ്പൊ ആ ഒച്ച കേട്ട് നമ്മൾ പേടിച്ചു ഓടുന്ന സമയത്ത് നിസ്കാര സമയം കൊണ്ട് നമുക്ക് എന്താവാ, കിബിലക്ക് തന്നെ മുന്നിട്ട് അവിടെ നിസ്കരിക്കണം എന്നല്ല, എവിടെയാണ് നമുക്ക് സാധ്യമാവണ ദിശ അവിടെ നിസ്കരിച്ച് അങ്ങനെ ഓടുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ
തീയൊക്കെ ഭയന്നുങ്ങാണ്ട്, അതുപോലെ ഹിംസ്ര ജന്തുക്കൾ പറഞ്ഞാല് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ജന്തുക്കള്, മനുഷ്യന്മാരൊക്കെ തിന്നണ രീതിയിലുള്ള ജന്തുക്കളൊക്കെ വരുന്ന സമയത്ത് ഭയന്നോടുമ്പോഴൊക്കെ എന്താവുക, കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ രൂപത്തിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ എന്താവാ, കിബിലക്ക് മുന്നിടാതെ എന്താവാ നിസ്കരിക്കുക. പക്ഷെ അവിടെ നിസ്കാരത്തിന് ഇളവില്ല, അപ്പോൾ എന്താവണം, നിസ്കരിക്കണം. ഇനി അടുത്തത് എന്താണ്, യാത്രയിലെ നിസ്കാരം. അപ്പൊ നമ്മൾ യാത്ര പോകുമ്പോ എങ്ങനെ നിസ്കരിക്കേണ്ടത് എന്നാണ് പറയണത് കേട്ടോ. ബസ്, ട്രെയിന്, വിമാനം തുടങ്ങിയ ഏത് വാഹനങ്ങളിലുള്ള യാത്രയിലും സമയത്തിന്റെ പവിത്രത മാനിച്ച് സാധ്യമാവും വിധം ഫർള് നിസ്കരിക്കണം. അപ്പൊ ഫർള് നിസ്കാരത്തിന്റെ സമയമായാല് ആ സമയത്ത് തന്നെ എന്താണ്, നമ്മൾ ഏത് വണ്ടിയിലാണ് യാത്ര ചെയ്യണമെങ്കിലും ശരി നമ്മള് അവിടെ നിസ്കരിക്കണം. യാത്രയുടെ പേരിൽ ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ യാത്ര പോകുന്നുണ്ട്, സിയാറത്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പെരേന്ന് ഫാമിലി ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട്, ടൂർ പോകുന്നുണ്ട്, സ്കൂളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മദ്രസന്ന് ടൂർ പോകുന്നുണ്ട് എന്ന് കരുതി നമ്മൾ നിസ്കാരം എന്താക്കാൻ പറ്റൂല, ഖളാ ആക്കാൻ പറ്റൂല. കറക്റ്റ് സമയത്ത് നമ്മൾ നിസ്കരിക്കണം. അതിനൊക്കെ നമുക്ക് ഒരുപാട് മസ്അലകളുണ്ട്, ജംഉം കസ്റും ആ രൂപത്തിലൊക്കെ. ഖളാ വീട്ടാൻ തന്നെ പറ്റൂല എന്നാ പറഞ്ഞിരിക്കണത്. അപ്പൊ കറക്റ്റ് സമയത്ത് എന്താവും നിസ്കരിക്കും. ഇപ്പൊ നമ്മള് യാത്ര പോകുമ്പോ ട്രെയിനിലാണ്, ആ സമയത്ത് നമ്മൾ എന്താണ്, നിസ്കാര സമയം കൊണ്ടെങ്കിൽ നിസ്കരിക്കണം. വിമാനത്തിലാണ് നിസ്കാര സമയം കൊണ്ടെങ്കിൽ എന്താവണം, നിസ്കരിക്കണം. അപ്പൊ സാധ്യമാവും വിധം ഫർള് നിസ്കാരങ്ങളൊക്കെ എന്താവണം, നിസ്കരിക്കണം കേട്ടോ, യാത്രയിലാണെങ്കിലും. ഇനി അടുത്ത പോയിന്റ് എന്താണ്, കിബിലക്ക് മുന്നിടലടക്കമുള്ള ഷർത്തുകളും മറ്റു ഫർളുകളും പൂർണ്ണമായി പാലിച്ചാൽ പിന്നീട് ആ നിസ്കാരം മടക്കേണ്ടതില്ല. ഇപ്പൊ നമ്മൾ ടൂറൊക്കെ പോണ സമയത്ത് ട്രെയിനിലാണ്, ഇവിടുന്ന് രാത്രി കയറിയതാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് രാവിലെ കയറി, ഇനി അവിടെ അസർക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ ഒരു നിസ്കാരത്തിന്റെ സമയമായി, നമുക്കും വേണ്ടി ട്രെയിൻ എവിടെയെങ്കിലും നിർത്തി തരുമോ പള്ളിക്ക്? ഇല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ്, ട്രെയിനിൽ നിന്ന് നിസ്കരിക്കണം. അത് കിബില നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക. എല്ലാ ഫർളും ഷർത്തും ഒക്കെ പാലിച്ചാണ് നമ്മൾ നിസ്കരിച്ചുകൊണ്ടെങ്കിൽ ആ നിസ്കാരം പിന്നെ എന്താവണ്ട, മടക്കേണ്ടതില്ല. അല്ലെങ്കിൽ എന്താവണം, ആ നിസ്കാരം മടക്കണം. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഗൾഫിക്ക് പോവാണല്ലേ, ഇശാന്റെ മുമ്പ് എന്തായി, വിമാനത്തിൽ കയറി, അങ്ങനെ ഇശാ സമയം ഇനി രാവിലെ ഇറങ്ങുള്ളൂ, സുബിയൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോ എന്താവുക, ഇശാ പ്ലെയിനിൽ നിന്ന് ഇരുന്ന് നിസ്കരിക്കാനൊക്കെ അവസരം ഉണ്ടല്ലോ. പ്രയാസമുള്ള സമയത്ത് കിബിലയിലേക്ക് മുന്നിടാതൊക്കെ നിസ്കരിക്കാം. പിന്നെ എന്താവണം എന്നുള്ള, നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്നുള്ളൂ. എല്ലാം നമുക്ക് എല്ലാ ഷർത്തും ഫർളൊത്ത് കിബിലക്കൊക്കെ മുന്നിട്ട് നിസ്കരിക്കാൻ പറ്റിയാല് അത് മടക്കും വേണ്ട. ഇനി അടുത്ത പാരഗ്രാഫ് കേട്ടോ. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ നടക്കുന്നവന് റുകൂഉം സുജൂദും പൂർണ്ണമായ നിലയിൽ ചെയ്യലും അവയിലും തക്ബീറത്തുൽ ഇഹ്റാമിലും രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലും കിബ്ലക്ക് മുന്നിടലും നിർബന്ധമാണ്. ഇപ്പൊ ഹലാലായ ഒരു യാത്ര പോകണോ, സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി, മഹാന്മാരുടെ ഖബറുകളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ഹലാലായ രീതിയിലുള്ള ഒരു യാത്ര ഇങ്ങനെ പോവാണ്. ആ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തില് നമ്മൾ നടക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താവണം, റുക്കൂ സുജൂദൊക്കെ പൂർണ്ണമായ നിലയിൽ നമ്മൾ എന്താവണം, ചെയ്യണം. അത് മാത്രല്ല, തക്ബീറത്തുൽ ഇഹ്റാമിലും രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ നമ്മൾ എങ്ങനെ തന്നെ നിസ്കരിക്കേണ്ടത്, കിബിലയിലേക്ക് മുന്നിട്ട് തന്നെയാണ് നമ്മള് നിസ്കരിക്കേണ്ടത്. ഇനി ഹലാലായ യാത്ര പോണത് വാഹനത്തിലാണെങ്കിൽ, നടക്കുന്നവനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്, ഓന് റുക്കുവും സുജൂദൊക്കെ കിബിലക്ക് മുന്നിട്ടാണ് ചെയ്യേണ്ടതെന്നാണ്. ഇനി വാഹനത്തിലാണെങ്കിൽ എങ്ങനെയാണ്, സൗകര്യപ്പെടുമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കിബിലക്ക് മുന്നിടണം. അഥവാ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്, ആ സമയത്ത് കിബില നോക്കുക, വണ്ടി പോണ ആ സമയത്ത് അവിടെ എവിടെയാണ് കിബില, ആ ഭാഗത്ത് നിന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം എന്താവണം, കിബിലക്കായിട്ട് ചെയ്യണം. പിന്നെ ബാക്കി സാധാമാരി നിസ്കരിക്കുക, കിബിലക്കായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. റുക്കുവും സുജൂദും പോകുന്ന ഭാഗത്തേക്കായി ആംഗ്യം കാണിച്ചാൽ മതി, കിബിലക്കന്നെ ആവണം എന്നില്ല. അതുപോലെ തന്നെ കപ്പിത്താൻ അല്ലാത്ത കപ്പൽ യാത്രക്കാർ, കപ്പിത്താൻ എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടിക്കുന്ന ആൾക്കാർ കേട്ടോ, കപ്പിത്താൻ അല്ലാത്ത കപ്പൽ യാത്രക്കാർ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിന്ന് പഠിക്കാനും മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നല്ല പോലെ പഠിച്ച് മനസ്സിലാക്കുക. അതിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കട്ടോ. നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഈ പാഠത്തിലെ തദ്രീബാത്തുകൾ നോക്കട്ടോ. ഒന്നാമത്തെ പ്രവർത്തനാണ് ഇഖ്തരി സ്വഹീഹ ബിഹാദിഹി, അഥവാ താഴെ നൽകിയിട്ടുള്ളതിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഏതാണ് കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റത്തെ ഉദാഹരണം എന്താണ്, പുസ്തകത്തിൽ നോക്കിയാൽ കാണും, മസ്ജിദുൻ നബവി ആണോ? അല്ല. രണ്ടാമത്തെ ഏതാണ്, ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് ആണ് നമ്മുടെ കിബില? അല്ല. മൂന്നാമത്തെ ഏതാണ്, കഅബ. നമ്മുടെ കിബില ഏതാണ്, കഅബ. അപ്പൊ അതാണ് ശരി ഉത്തരം ട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക,
കിബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? അഥവാ കിബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ എന്താണ്? നിസ്കാരം ഒഴിവാക്കണം. അങ്ങനെയാണ് പറഞ്ഞേക്കണേ. കിബിലക്ക് മുന്നിടാൻ പറ്റില്ല, നമ്മള് ബസ്സിലാണ് യാത്രയിലാണെന്നുണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞേക്കണോ? ഇല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? പിന്നീട് മാത്രം നിസ്കരിക്കണം. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നീട് മാത്രം നിസ്കരിച്ചാൽ മതി, അപ്പൊ നിസ്കരിച്ചണ്ടെന്ന് പറഞ്ഞേക്കണോ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഓപ്ഷൻ 3 എന്താണ്? സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം, എന്നിട്ട് എന്താണ് പിന്നീട് മടക്കി നിസ്കരിക്കും വേണം. ആ രൂപത്തിലല്ലേ പറഞ്ഞത്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ കേട്ടോ. അതാണ് അതിന്റെ ശരി ഉത്തരം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനമാണ് അജിബ്, അതായത് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെ കിബിലക്ക് മുന്നിടണം? കിടന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ എങ്ങനെ കിബിലക്ക് മുന്നിടണം എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ നെഞ്ഞും മുഖവും കൊണ്ട് എന്താവണം? കിബിലക്ക് മുന്നിടണം. അല്ല, മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ മുഖവും ഉള്ളൻ കാൽ എന്നിവ കൊണ്ട് എന്താവണം? കിബിലയിലേക്ക് മുന്നിടണം. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കപ്പൽ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടേണ്ടതുണ്ടോന്ന്. കപ്പൽ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടേണ്ടതുണ്ടോ? നമ്മൾ എന്താ അവസാനം പറഞ്ഞത്? എന്താ പറഞ്ഞത്? കപ്പിത്താൻ അല്ലാതെ കപ്പൽ യാത്രക്കാർ സുന്നത്ത് നിസ്കാരത്തിൽ എന്താവണം? കിബിലക്ക് മുന്നിടണം. അവ കപ്പിത്താൻ അല്ലാത്ത എല്ലാ യാത്രക്കാരും നിസ്കരിക്കുന്ന സമയത്ത് കിബിലയിലേക്കും മുന്നിടണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കഅബ കാണുന്നവരും അല്ലാത്തവരും എങ്ങനെ കിബിലക്ക് മുന്നിടണമെന്ന്. എങ്ങനെയാണ് കിബിലക്ക് മുന്നിടാൻ പറഞ്ഞേക്കണേ? കഅബ കാണുന്നവർ ഉറപ്പായും കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. അല്ലാത്തവർ ധാരണ പ്രകാരവുമാണ് കിബിലക്ക് മുന്നിടേണ്ടത്. ഇതൊക്കെ നമ്മൾ പാഠം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചവർക്ക് ഇതൊക്കെ സുഖേകാരം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക, പഠിക്കുക. നാലാമത്തെ ചോദ്യമാണ്, വാഹനത്തിൽ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? വാഹനത്തിൽ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. യാത്രയിലെ നിസ്കാരം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സമയത്തിന്റെ പവിത്രത മാനിച്ച് സാധ്യമാവും വിധം ഫർള് നിസ്കരിക്കണം. യാത്രയുടെ പേരിൽ ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആകാൻ പാടില്ല. അതുപോലെ തന്നെ കിബിലക്ക് മുന്നിടലടക്കമുള്ള ഷർത്തുകളും മറ്റു ഫർളുകളും പൂർണ്ണമായി പാലിച്ചാൽ പിന്നീട് ആ നിസ്കാരം എന്താവേണ്ടതില്ല? മടക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ എന്താവും വേണം? ആ നിസ്കാരം മടക്കി നിസ്കരിക്കും വേണം. ഇനി അവസാനത്തെ പ്രവർത്തനാണ് നശാത്തു തത്ബീക്കി, അഥവാ എന്താ പറയണേ? പ്രായോഗിക പ്രവർത്തനങ്ങൾ. ചോദ്യം നോക്കി നിങ്ങൾ, താഴെയുള്ള അവസ്ഥകളിൽ നിസ്കരിക്കുമ്പോൾ കിബിലക്ക് തിരിയേണ്ട വിധം എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്. ഒന്ന്, നിൽക്കൽ. നിന്നാണ് നിസ്കരിക്കേണ്ടെങ്കിൽ എങ്ങനെയാണ് കിബിലക്ക് മുന്നിടേണ്ടത്? നെഞ്ഞ് കൊണ്ട് മുന്നിടണം അല്ലേ? നമ്മളെ നെഞ്ഞ് കിബിലക്ക് വരുന്ന രൂപത്തിലാണ് മുന്നിടേണ്ടത്. ഇരിക്കൽ, ഇരുന്ന് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയല്ലേ? നെഞ്ഞ് കൊണ്ട് കിബിലക്ക് മുന്നിടണം. കിടക്കൽ, ഇനി ഒരാൾ കിടന്നിട്ടാണ് നിസ്കരിക്കണത്, അപ്പൊ എങ്ങനെയാണ് കിബിലക്ക് മുന്നിടേണ്ടത്? ചെരിഞ്ഞ് കടന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നെഞ്ഞും മുഖവും, മലർന്ന് കടന്നാണ് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ മുഖവും ഉള്ളൻ കാല് കൊണ്ട് എന്താണ്? കിബിലയിലേക്ക് മുന്നിടണം. ഇനി നടക്കൽ, നടന്നുകൊണ്ടാണ് ഒരാൾ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മുന്നിടേണ്ടത്? നെഞ്ഞുകൊണ്ട് മുന്നിടണം. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് കിബിലയിലേക്ക് മുന്നിടേണ്ടത്. അപ്പൊ നമ്മുടെ നിസ്കാരത്തിലൊക്കെ ഇനി മാറ്റം വരുത്താണ്ടെങ്കിൽ, നമ്മൾ കിബിലയിലേക്ക് മുന്നിടുന്ന രീതികളിൽ എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ അതൊക്കെ എന്താവുക? ശരിയാക്കുക. 5 വക്ത് നിസ്കരിക്കുക. ഇനി നമ്മളെ ഈ പാഠത്തിൽ പറഞ്ഞ ഒരു ഖുർആന്റെ ആയത്തും അതിന്റെ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാമി വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റഹു എന്നുള്ളത് അല്ലേ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുക, നിങ്ങൾ എവിടെയാണെങ്കിലും ആ ദിശയിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക, അങ്ങനെ വേണം നമ്മൾ നിസ്കരിക്കാൻ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തും അതിന്റെ അർത്ഥമാണ് അവസാനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നല്ലോണം പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും.